വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് SIT പ്രത്യേകമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരാകേണ്ടിയിരുന്ന വീണ ടി സമയം കൂടുതൽ ചോദിച്ച പശ്ചാത്തലത്തിൽ ഇപ്പോഴിതാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയ്ക്ക് വീണ്ടും സമൻസ് അയച്ചിരിക്കുകയാണ്. അടുത്ത ബുധനാഴ്ച ഹാജരാകണം എന്നുള്ളതാണ്. മാസപ്പടി കേസിൽ ആയിരുന്നു ഇന്ന് വീണയ്ക്ക് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ ED നോട്ടീസ് നൽകിയിരുന്നത്. കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. പക്ഷേ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് വീണ ഇന്ന് ഹാജരാകാൻ സാധിക്കില്ല എന്ന് മെയിൽ അയച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ആണ് ബുധനാഴ്ച ഹാജരാകണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, തീർച്ചയായും പുതിയ സമൻസ് ഉടനെ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ബുധനാഴ്ച ഹാജരാകണമെന്നാണ് ആവശ്യം. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ബുധനാഴ്ച ഹാജരാകാനാണ് ഇപ്പോൾ ED സമൻസ് നൽകിയിരിക്കുന്നത്. ഇന്ന് ഹാജരാകണമെന്നായിരുന്നു നേരത്തെയുള്ള നിർദ്ദേശം. പക്ഷെ അതിനു മുൻപ് തന്നെ, ഒരു ദിവസം മുൻപ് തന്നെ വീണ നേരത്തെ തന്നെ ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തനിക്ക് ഹാജരാകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു ഇളവ്, ഒരു അവധി നേടിയിരുന്നത്. സാധാരണഗതിയിൽ ഒരു 2 തവണയെങ്കിലും ഈ രീതിയിലേക്ക് പലപ്പോഴും പല കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രീതിയിൽ പലരും അത്തരം അവധികൾ വാങ്ങുന്നൊരു സ്വാഭാവിക നടപടി തന്നെയാണ്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു വീണയും അവധി ചോദിച്ചിരുന്നത്. ഇപ്പോൾ പുതുക്കിയ തീയതി നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ ഇത് ഏത് ദിവസത്തേക്ക് എന്നത് ED നേരത്തെ വ്യക്തമാക്കിയിരുന്നില്ല. ഇപ്പോൾ ED ആ പുതിയ തീയതി നൽകിയിരിക്കുന്നു എന്നതാണ്. ബുധനാഴ്ചയാണ് ഹാജരാകേണ്ടത്. ബുധനാഴ്ച കൊച്ചിയിലെ ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് MD ശശിധരൻ കർത്ത, CMRLന്റെ MD ശശിധരൻ കർത്തയും ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിൽ അവധി അപേക്ഷ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതാണല്ലോ ഏറ്റവും, അതായത് ഈ കേസിൽ വീണ ടിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും നോട്ടീസ് അയച്ചിരുന്നു. അവരും ഇന്ന് ഹാജരാകുന്നില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒപ്പം നേരത്തെ തന്നെ ഈ ചോദ്യങ്ങൾ ഉൾപ്പെടെ തയ്യാറാക്കുക, അതൊരു പ്രൊസീജിയറാണ്, അത് പ്രതീക്ഷിക്കാവുന്നതുമാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് പോലും ഇവർ അന്വേഷണത്തിലേക്ക് എത്തുന്നില്ല. അതായത് സമൻസുകൾ ഇങ്ങനെ തുടർച്ചയായി അയക്കുമ്പോൾ അത് വിട്ടുനിന്നാൽ മറ്റ് കടുത്ത നടപടികളിലേക്ക് ED പോകും. അതുകൊണ്ട് തന്നെ ഇനി ബുധനാഴ്ച സമയം അനുവദിക്കുമ്പോൾ ഹാജരാകാനുള്ള സാധ്യതയല്ലേ നമ്മൾ കാണുന്നത് ഡാനി? ബുധനാഴ്ച സമയം അനുവദിക്കുമ്പോൾ ഹാജരാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം അതിൽ കൂടുതൽ ദിവസങ്ങളിൽ ഒരു ഇളവ് നേടുക എന്നത് സാധ്യമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെയും ബുധനാഴ്ച ഹാജരാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ഇതിൽ CMRL കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ഒരു കടുത്ത നടപടികളിലേക്ക് ED ഒരുങ്ങുന്നത്. കാരണം യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ED ഇല്ല എന്ന നിലപാട് വളരെ കൃത്യമായിട്ട് വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഹാജരാകാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നത്. ആ നോട്ടീസിന് മറുപടിയായിട്ട് അവധി അപേക്ഷയാണ് നൽകിയത്. പക്ഷേ ഈ ദിവസങ്ങളിൽ അത്രയും EDയുടെ ഒരു പ്രതികരണം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സമൻസ് നൽകിയിരിക്കുന്നത് ബുധനാഴ്ച ഹാജരാകാനായിട്ട് ED നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് വിട്ടുവീഴ്ചകളിലേക്ക് കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു മെല്ലെപ്പോക്കോ EDയുടെ സമീപനത്തിൽ ഇല്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ രീതിയിലേക്ക് ED ഉടൻ മറുപടി അയച്ചിരിക്കുന്നത്. ഇന്ന് ഹാജരാകേണ്ട ദിവസമാണ്. ഇന്ന് എത്താനാകില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചു. ഇന്നിപ്പോൾ ഹാജരാകില്ല എന്ന് EDക്ക് കൂടി ബോധ്യമാവുന്നു. അവധി അപേക്ഷ നൽകിയെങ്കിൽ കൂടിയും ED അത്തരം എന്താണ് ഒരു പ്രതികരണം എന്നത് കാത്തു നിൽക്കാറുണ്ട്. അതിൽ ഇന്നത്തെ ആദ്യ മണിക്കൂറിൽ തന്നെ ED അടുത്ത സമൻസ് നൽകിയിരിക്കുന്നു എന്നതാണ്. ബുധനാഴ്ച ഹാജരാകണം. അതോടൊപ്പം തന്നെയാണ് ഈ ദിവസങ്ങളിൽ CMRLന്റെ മറ്റു ഉദ്യോഗസ്ഥർ, CMRLന്റെ കൂടുതൽ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ശരണസ് കർത്ത എന്ന EMRന്റെ ശശിധരൻ കർത്തയുടെ മകൻ കൂടി ഈ ദിവസങ്ങളിൽ ചൊവ്വാഴ്ചയാണ് അദ്ദേഹത്തിന് ഹാജരാകേണ്ടത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷമാണ് വീണ ടിക്ക് ഹാജരാകേണ്ടി വരിക. ഏതായാലും ED ഇക്കാര്യത്തിൽ മാസപ്പടി കേസിൽ ഒരു മെല്ലെപ്പോക്കില്ല, വിട്ടുവീഴ്ചയില്ല എന്നതാണ് ഈ നടപടികളിലൂടെ വ്യക്തമാകുന്നത്. ചോദ്യം ചെയ്യലിന് തയ്യാറെടുത്തുകൊണ്ട് തന്നെയാണ് ED നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെയും ഇതിന്റെ വിശദാംശങ്ങൾ, SFIO സമർപ്പിച്ച കുറ്റപത്രങ്ങളുടെ അടക്കമുള്ള വിശദാംശങ്ങൾ ED ശേഖരിച്ചിരുന്നു. ഇതിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CMRL ഉദ്യോഗസ്ഥരുടെ ഒരു മൊഴികൾ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെയും ED ശേഖരിക്കുകയും അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് കടക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. വീണയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു. ഈ അക്കൗണ്ടുകളിൽ നടന്ന ഇടപാടുകൾ എന്തൊക്കെയെന്നത് പരിശോധിച്ചിരുന്നു. ഒപ്പം ഏറ്റവും ദുരൂഹം
ദുരൂഹമാവുന്നത് ഇതിൽ 2.78 കോടി രൂപ കൈമാറിയത് യാതൊരു രീതിയിലുള്ള സേവനവും നൽകാതെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇഡിയുടെ കൂടുതൽ പരിശോധന നടക്കുന്നത്. കാരണം ഇതൊരു കള്ളപ്പണ ഇടപാടാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇഡി ചെന്നെത്തി നിൽക്കുന്നത്. PML ആക്ട് പ്രകാരമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇക്കാര്യങ്ങളിലെല്ലാം കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്, കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ചോദ്യാവലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡി മുന്നോട്ട് പോവുകയും എല്ലാം തന്നെ ചെയ്തിരുന്നത്. ഏതായാലും ഈ ദിവസം ഇന്ന് ഹാജരാകേണ്ടതിന് അവധി അപേക്ഷ നൽകിയെങ്കിൽ കൂടിയും ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്ക് തന്നെയാണ് ഇഡി നൽകിയിരിക്കുന്നത്. അടുത്ത ബുധനാഴ്ച ഇഡിയുടെ കൊച്ചി ഓഫീസിലാണ് വീണയോട് ഹാജരാകാൻ CMRL എക്സാലോജിക് ഇടപാട് മാസപ്പടി കേസിലായിരുന്നു വീണ വിജയന് ഇഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചത്. ഇന്ന് ഹാജരാകേണ്ടിയിരുന്ന വീണ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് സമയം നീട്ടി ആവശ്യപ്പെട്ടു. ആ ഒരു പശ്ചാത്തലത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും നോട്ടീസ് അയച്ചിട്ടുള്ളത്. ബുധനാഴ്ച ഹാജരാകണമെന്നതാണ് ആവശ്യം. അതിനോട് എന്ത് സമീപനമാകും വീണ കൈക്കൊള്ളുക എന്നതാണ് ഇനി നിർണായകം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.